Welcome back. This is Curious Lasso. Kalludiyammar. To the center of the earth. We got the salad here. There are plenty of salad over here. So, അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ആയിട്ട് പുഴയിൽ ചിക്കൻ ഗ്രില്ല് കാട അങ്ങനത്തെ സെറ്റപ്സ് ഒക്കെ. അപ്പം സെറ്റാണ്, പരിപാടി ഓണാണ്. പിന്നെ ഈ സ്ഥലം ഉണ്ടല്ലോ, ഇത് ചാലക്കുടി പുഴയുടെ ഒരു തുരുത്ത് പോലത്തെ ഇറക്കുന്ന പ്രദേശമാണ്. രണ്ട് സൈഡും വെള്ളവും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പറമ്പൊക്കെ. ഇതൊക്കെ വെള്ളപ്പൊക്കത്തിൽ ഫുൾ ഫ്ലഡ് വന്ന് ഫുൾ ഇങ്ങനെ മുങ്ങിപ്പോയ ഒരു സ്ഥിതിയായിരുന്നു. പിന്നെ ഇവിടെ ഇടയ്ക്ക് ആനയൊക്കെ ഇറങ്ങാറുണ്ട്. സ്ഥിരം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത് നമ്മുടെ കറുകുറ്റി മൂലൻസിൽ നിന്നാണ്. അവിടെ ഉണ്ടായിട്ടാണ്. അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ സെറ്റാക്കി വേണ്ട നമ്മൾ അവിടേക്ക് അമ്മാരുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ മീറ്റ് മിസ്റ്റർ ജോയൽ. ചെക്ക ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ് ഇരിക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ പരിപാടി കാട വാങ്ങിച്ചിട്ടുണ്ട്, ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഒന്ന് കഴുകി എടുക്കണം, സെറ്റപ്പ് ആക്കണം, മസാല വരക്കണം. അതൊക്കെയാണ്. നമ്മുടെ പ്രവിയാണ് കഴുകുന്നത്. പണിക്കാരൻ പ്രവി, അടിമ പ്രവി. അതെ അതെ അതെ, വ്ളോഗാണ്. ജോബി കഴുകൂ. നടന്നു തുടങ്ങിയില്ല. പിന്നെ ഗൈസ്, ഏത് ഫ്രണ്ട്സ് ഗ്യാങ് എടുത്ത് നോക്കിയാലും അവരിൽ ഒരു ചങ്കിൻ്റെ വീടായിരിക്കും ഏറ്റവും സ്പെഷ്യൽ. അവിടെ ആയിരിക്കും നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുക, സംസാരിച്ചൊക്കെ ഇരിക്കാനും. അവൻ്റെ ഫാമിലിയും കട്ട സപ്പോർട്ടായിരിക്കും. അപ്പോൾ അവൻ്റെ ചേട്ടൻ നാട്ടിൽ വന്നിട്ടുണ്ട്. അവൻ ജർമ്മനിലാണ്. പിന്നെ അവൻ നാട്ടിലില്ല, എന്നാലും ഞങ്ങൾ അവിടെയാണ് പരിപാടികളൊക്കെ സെറ്റ് ചെയ്യുന്നത്. നിന്നെ കാണാൻ പറ്റുള്ള വെയിലടിച്ചിട്ടേ. നമ്മൾ റിച്ച് സെറ്റപ്പിലാണ് പോകുന്നത്. ഗ്യാസൊക്കെ സെറ്റ് ചെയ്യണോ നോക്കാണ്. ഓക്കെ. പിന്നെ എല്ലായിടത്തും മെയിൻ സംഭവമാണ് മാങ്ങ. ഉപ്പ് മുളകൊക്കെ ഇട്ട ഒരു പിടി. അതൊരു 1.5 പിടിയാണ്. പിന്നെ സ്വല്പം ഗോസിപ്പൊക്കെ അടിച്ച് അങ്ങനെ ടോക്കൊക്കെ ഇട്ടിരുന്ന്. ഏതാണ്? അവിടെ വെച്ച് കിട്ടിയാണത്. കഴിഞ്ഞ ആഴ്ച ഒരാടിനെ കൊന്നപ്പോ കട്ടച്ചോര മൂത്ത് വെച്ച് അബുഭീകരൻ. എടാ ഇവിടെ ഭയങ്കര ഇരുട്ട്. കഴിഞ്ഞ ആഴ്ച ആടിന്റെ കഴുത്തിറച്ചപ്പോ കട്ടച്ചോര മൂത്ത് വെച്ചത് അബുഭീകരൻ. അതുപോലെ ആടി 3D ഉണ്ടാവുള്ളൂ. കത്തിക്ക് അതാ ഫ്രണ്ടിനോട് തന്നെ. ഈ കള്ളുടിയന്മാർ. നമ്മുടെ മെയിൻ സ്പോട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു തുരുത്താണ്. ആക്ച്വലി ഇവിടെ വെള്ളപ്പൊക്കത്തിൽ ആകെ നശിച്ച് അവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ പോയി. ഇപ്പോൾ വണ്ടി ഇവിടം വരെ പോവുള്ളൂ. പിന്നെ അവിടേക്ക് നമ്മൾ ഒരു 2-3 സെറ്റ് പുഴയുടെ ഒരു കൈവഴി പോലത്തെ അത് ക്രോസ് ചെയ്യണം. ഇതേമാതിരത്തെ ഒരു 2-3 സ്ഥലങ്ങളുണ്ട്. ഗൈസ്, കുറച്ച് നേരത്തെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് പോണത്. കണ്ട ചാക്കൊക്കെ ചുവന്ന് നമ്മുടെ ഫുൾ പാത്രങ്ങളും ഗ്യാസും എല്ലാം ഉണ്ട്. ഗൈസ്, സ്ട്രഗിൾ. ക്ലാരിറ്റി ഇല്ലടാ. നമ്മുടെ ക്യാമ്പ് സൈറ്റ് എത്തി. നമ്മുടെ എല്ലാം സെറ്റപ്പ് ചെയ്യാണ്. ഇവിടെയാണ് നമ്മളിന്ന് കുക്ക് ചെയ്യണേ. Guys, this is the urban life of Kerala. We got the kada. ചിക്കൻ ലേശം കഴിഞ്ഞു, എന്നാലും കുഴപ്പമില്ല, സെറ്റാണെല്ലാം. ഓക്കെ. We have the urban life of Kerala. അപ്പുറത്ത് ഗ്രില്ലാകുമ്പം ഇപ്പുറത്തെ കാടൊക്കെ ഇങ്ങനെ പൊരിച്ചെടുത്തോണ്ടിരിക്കുക. വേണ്ട ഇവിടെ വിദൂരതയിൽ സലാഡിനുള്ള പ്രിപ്പറേഷൻസ്. വേള ഗിരി സ്പ്രിംഗ്ലേ വേണോ? നമ്മുടെ മെയിൻ ഷെഫ് ഇല്ലാത്തതിൻ്റെ അപാകതകൾ കണ്ടുവരുന്നു. ചിക്കൻ ലേശം ഒന്ന് കരിഞ്ഞ്. നമ്മുടെ മെയിൻ ഷെഫ് എന്ന് ഉദ്ദേശിച്ചത് നേരത്തെ പറഞ്ഞില്ലേ, അമൽ. അവൻ ജർമ്മനിയിലായതുകൊണ്ട് ഈ പരിപാടികളൊക്കെ ഇപ്പം ഞങ്ങൾ തന്നെ ചെയ്യണം. There are plenty of salad over here. Yeah, we got plenty of salads. Catches with the sea, bro. Very yummy. Healthy for good.
You see, you want to taste this, brother? Just view to the camera, bro. This is so yummy. Yummy. It's not mummy, bro. Yummy. Yummy. Not mummy. Yummy. Not mummy. Can you give some chaat masala for See that guy? Mouth full of kada. See this guy? number 1 bullshit man. Yeah, he's the number one bullshit guy as he speaks. അപ്പൊ ഗൈസ് നമ്മുടെ കാട സെറ്റ് ആയിട്ട് കാടൊക്കെ സെറ്റ്. ചുക്കൂറ് സുന്ദരന ഒമ്പല്ലാത്ത സംഭവമോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുഡൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം, എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് സാലഡിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് അലങ്കരിച്ച് ഇതൊക്കെയല്ലേ ലൈഫ്. ഒന്ന് സെറ്റാക്കി എടുക്കണം. സെറ്റാക്കി എടുത്തു. എടാ നീ കൊറേ നേരം കഴുത്തറുത്തത്, നീ ചിക്കന്റെ കഴുത്തറുത്താ. അപ്പോൾ നമ്മളൊരു ചെറിയ കുളിയൊക്കെ പാസ്സാക്കി ഇവിടെ നിന്ന് പാക്കപ്പ് ആവാണ്. അവിടെയാണ് നമ്മുടെ വണ്ടിയൊക്കെ കിടക്കുന്നത്. അപ്പം നേരത്തെ അവിടുത്തെ ക്രോസ് ചെയ്തു. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ഒഴിക്കുന്നതാണ്. ഗൈസ് അയ്യോ വെയിലൊക്കെ ഒന്ന് ആകെ ടാനടിച്ച് ഡെഡായി. ബട്ട് വാസ് കൂൾ. ഹേ ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ കോപ്രായൊക്കെ എത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇത് പക്ക ഞങ്ങളുടെ റിയൽ ലൈഫാണ്. വെള്ളടിയൊന്നുമല്ല, വെള്ളടി എല്ലാവരും ഒന്നുമില്ല കേട്ടോ. ഇപ്പം റിട്ടേൺ ആണ്, അതാണ് നമുക്ക് കയറി പോകേണ്ട പടികൾ. യെസ് ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സീ യു ഗൈസ്.